എന്നല്ല ലോകത്ത് തന്നെ ഏറ്റവും വലിയ ദുഃഖകരമായ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു കാലത്തിലൂടെയാണ് നാം നടന്നു പോകുന്നത്. നമ്മുടെ ഓരോ മനുഷ്യരും ജീവിക്കുമ്പോൾ തന്നെ പച്ചയായ ഒരുപാട് ദുരന്തങ്ങൾ നമ്മുടെ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വിശിഷ്യ കേരളത്തിലെ ഓരോ ജനതയെയും ഓരോ മനുഷ്യത്വം ഉൾക്കൊള്ളുന്ന ഓരോ മാനവരാശിയെയും വളരെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് പരിഹാരമില്ലാത്ത വിധം ഒരു വലിയൊരു ദുരന്തം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഉള്ളത്. നമുക്കറിയാം, വയനാട് ദുരന്തത്തെക്കുറിച്ച് കേരളത്തിൽ ഇതുവരെ കേട്ടുകേൾവിയില്ലാതെ കേവലം 4 മിനിറ്റ് കൊണ്ട് 400-ലധികം വീടുകൾ നഷ്ടപ്പെട്ട ആയിരങ്ങൾ വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും എന്നുവേണ്ട എല്ലാ സംവിധാനങ്ങളും തകിടം മറിഞ്ഞുകൊണ്ട് ഒരു വലിയൊരു ദുരന്തം നമ്മുടെ നാട്ടിൽ നമ്മയൊക്കെ വേദനിപ്പിച്ചുകൊണ്ട് നടമാടിയപ്പോൾ തീർത്തും ഇന്നും അതിൻ്റെ ഓരോ വശങ്ങളും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒന്നിനു പിറകെ ഒന്നൊന്നായി ഓരോ ദുരന്തങ്ങളും അതിൻ്റെ ബാക്കി പത്രങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ആ ഉരുൾപൊട്ടൽ നടന്ന സമയത്ത്, ഒന്നാമത്തെ ഉരുൾപൊട്ടൽ നടന്ന സമയത്ത് തന്നെ കേരളം അഭിമാനത്തോടു കൂടി പറയുകയാണ്, കേരളം അഭിമാനത്തോടു കൂടി അഭിമുഖീകരിച്ചൊരു സംഭവമുണ്ട്. രണ്ടാമത്തെ ഉരുൾപൊട്ടൽ എത്തുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ മനുഷ്യസ്നേഹികളായ ആളുകൾ, നമുക്കറിയാം, പല സന്ദർഭങ്ങളിലും ചില അനുഭവങ്ങളൊക്കെ ദുഃഖകരമായ, ഒരിക്കലും നടക്കാൻ പറ്റാത്ത സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒരു അപകടം നടന്നാൽ പെട്ടെന്ന് അവിടെ നിന്ന് നാം ഇടപെടുന്നതിന് പകരം പിന്മാറിപ്പോകുന്ന ഒരു സാഹചര്യം. അങ്ങനെയല്ല നമുക്ക് വയനാട് കാണാൻ സാധിച്ചത്. അത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ തനിമയാണ്. മനുഷ്യ സ്നേഹമുള്ള ഒരു വലിയൊരു ടീം വർക്ക് ചെയ്യുന്ന നാടാണ് നമ്മുടെ കേരളം. ജാതികളില്ലാതെ, മതങ്ങളില്ലാതെ, രാഷ്ട്രീയങ്ങളില്ലാതെ, സംഘടനകളില്ലാതെ എല്ലാം മറന്നു വെച്ചുകൊണ്ട് മനുഷ്യരാണ് എന്ന ആ ഒരു ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കാൻ സന്നദ്ധരായ ധാരാളം സന്നദ്ധ പ്രവർത്തകർ നമുക്കറിയാം. ഒന്നാമത്തെ ഉരുൾപൊട്ടൽ കഴിഞ്ഞ് രണ്ടാമത്തെ ഉരുൾപൊട്ടലിന് മുമ്പ് തന്നെ അവിടെ എത്തുകയും വേണ്ടുന്ന ശ്രമങ്ങൾ നടത്തുകയും ഒരുപാട് ത്യാഗങ്ങൾ ഇവിടുത്തെ ഗവൺമെന്റിന്റെയും അതുപോലെ മറ്റു സംവിധാനങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് ഒരുപാട് സന്നദ്ധ സംഘടനകൾ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി നമുക്ക് കാണാം. അവിടെ പോയ ആളുകൾ പലപ്പോഴും നമ്മളൊക്കെ വിചാരിക്കും ഒരുപക്ഷെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയതാണെന്ന്. മറിച്ച് ചില ആളുകളുടെയൊക്കെ അനുഭവം പറഞ്ഞു കേൾക്കുമ്പോൾ ദുർഗന്ധം തവിക്കുന്ന, അതായത് പച്ചയായ മനുഷ്യന്റെ ആ ഒരു മയ്യത്ത്, ആ ഒരു ശവത്തിന്റെ ആ വാസന 100% ശരീരം മുഴുവനും കയറിക്കൂടുന്ന ഒരു സാഹചര്യമാണ് അവിടെ പ്രവർത്തിക്കുമ്പോൾ, അവിടെ അതിനുവേണ്ടി സന്നദ്ധമാകുമ്പോൾ അനുഭവിക്കപ്പെടേണ്ടി വന്നത് എന്ന് ഓർമ്മയോടുകൂടി പലപ്പോഴും അവർ പ്രയാസപ്പെട്ടുകൊണ്ട് അവിടുത്തെ ആ ദുരന്ത മുഖത്തെക്കുറിച്ച് അവർ വിശേഷിപ്പിക്കുമ്പോൾ തീർച്ചയായും അവരൊക്കെ പോയത് കേവലം ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയല്ല. ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് മേഖലകളുണ്ട്. മറിച്ച് ഇത്രയും ദാരുണമായൊരവസ്ഥ എത്തിയപ്പോൾ അവിടെയൊക്കെ എത്തിയ ഒരുപാട് സാന്ത്വന പ്രവർത്തകർ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അഭിമുഖീകരിച്ചുകൊണ്ട്, വിവിധ സംഘടനകളെ അഭിമുഖീകരിച്ചുകൊണ്ട് ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ അവിടെ എത്തിയ കൂട്ടത്തിൽ നമുക്ക് വളരെ അഭിമാനത്തോടുകൂടി നമ്മുടെ നാട്ടിൽ നിന്നും ഒരു സന്നദ്ധ പ്രവർത്തകൻ, അതും SYSന്റെ സുന്നി യുവജന സംഘത്തിന്റെ സാന്ത്വനം കാസർഗോഡ് ജില്ല എമർജൻസി വിങ്ങിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ നാടിന് അഭിമാനമായ അബ്ദുസത്താർ, അദ്ദേഹത്തിനുള്ള ഒരു ഉപഹാര സമർപ്പണമാണ് നമ്മുടെ ഈ വേദിയിൽ നടക്കുന്നത്. കാരണം നമ്മുടെ നാടിന്, നമ്മുടെ യുവാക്കൾക്ക് ഒരാവേശമായി, ഒരു വലിയൊരു പ്രോത്സാഹനമായി നമ്മുടെ ഈ പരിപാടി മാറണം. കേവലം ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ നാട്ടിൽ ഇനിയും ഇത്തരം സന്നദ്ധ പ്രവർത്തകർ, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും ഏത് സംഘടനകളിലായാലും നമ്മുടെ നാടുകളിൽ വളർന്നു വരേണ്ടതുണ്ട്. അത് അനിവാര്യമാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. SYSനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന സാന്ത്വനം വിങ് കേരളത്തിൻ്റെ ഉടനീളം ഞാൻ പരിചയപ്പെടുത്തുകയാണ്. തിരുവനന്തപുരം മുതൽ ഒരുപാട് ഇത്തരം സാന്ത്വന പ്രവർത്തനങ്ങൾ മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ ഇത്തരം എമർജൻസി ഘട്ടങ്ങളിലൊക്കെയും ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി, അതുപോലെ ഓരോ യൂണിറ്റുകളിലും അവരെ സഹായിക്കുന്നതിന് വേണ്ടി, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അതുപോലെ അവർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ സമർപ്പിക്കുന്നതിന് വേണ്ടി തുടങ്ങിയ
ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഏതായാലും നമ്മുടെ നാട്ടിൽ ഒരാളെങ്കിലും ആ ഒരു പ്രവർത്തനത്തിന് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചത് അവരെ അഭിനന്ദിക്കുക എന്നതാണ് ഈ നമ്മളിവിടെ കൂടിയതിൻ്റെ ഈ കൺഗ്രാറ്റുലേഷൻ സെറമണിയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. അതുപോലെ നമുക്കറിയാം, നമ്മുടെ ലോകത്ത് ഇന്ന് പല വിദ്യാഭ്യാസങ്ങളും പഠിക്കുന്ന ആളുകളുണ്ട്. വിദ്യാഭ്യാസ മേഖലകളൊക്കെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വിദ്യാഭ്യാസ സംവിധാനങ്ങളെ കുറിച്ച് പറയുമ്പോൾ വളരെ ഖേദകരമെന്ന് പറയട്ടെ, നമുക്ക് വിശ്വസിച്ചു പോരുന്ന അറിയപ്പെട്ട ക്യാമ്പസുകൾ പോലും ഇന്ന് അരാജകത്വത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മാതൃകയായി മാറിപ്പോകുമോ എന്ന് ചിന്തിച്ചു പോവുകയാണ്. ചില സ്കൂളുകളൊക്കെ നമുക്കറിയാം, സാധാരണ നടക്കുന്നതിനപ്പുറത്ത് റാഗിങ് നടന്ന ഒരു സംഭവം ഈ വർഷത്തിലാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ പരിസരത്തെ സ്കൂളുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. എങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയുക എന്ന് ചിന്തിക്കുന്ന ഒരു അർത്ഥത്തിലേക്ക് നമ്മുടെ സ്കൂളുകളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ മക്കളെ എങ്ങനെ പഠിപ്പിക്കണം, ഏത് രംഗത്തേക്ക് എത്തിക്കണം എന്നതിന് ഒരു രക്ഷിതാവ് മാതൃകയായി നമുക്കറിയാം. നമ്മുടെ ഈ നാട്ടിൽ നിന്ന് നജില എന്ന വിദ്യാർത്ഥി, ഞാനൊക്കെ മദ്രസയിൽ പഠിപ്പിച്ച കുട്ടിയാണ്, ഇന്ന് MBBS പാസ്സായി ഇന്ന് പ്രാക്ടിക്കൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വളർന്നു വരേണ്ടത് നമ്മുടെ നാടിന് സേവനം ചെയ്യുന്ന ഇത്തരം ഒരുപാട് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് വിദ്യാഭ്യാസ മേഖലകളിലേക്ക് നമ്മുടെ കുട്ടികളെ അവിടെ കൈപിടിച്ചുയർത്താൻ കഴിയേണ്ടതുണ്ട്. അതിൻ്റെ ഒരു തിളക്കം, അതിനുള്ള ഒരു അഭിനവോദവും കൂടി നമ്മുടെ ഈ പരിപാടിയിൽ നടക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും വലിയ ഒരുപാട് കലകൾ നടക്കുന്നുണ്ട്, കലാമേളകൾ നടക്കുന്നുണ്ട്. എന്നാൽ ഏതാണ്ട് 31 വർഷം 31ാമത് സാഹിത്യോത്സവ് കേരളത്തിൽ അറിയപ്പെട്ട SSF സ്റ്റുഡന്റ് ഫെഡറേഷന്റെ കീഴിൽ യൂണിറ്റ് തലം മുതൽ അങ്ങ് സംസ്ഥാന തലം വരെ നടന്നു വരുന്ന സാഹിത്യോത്സവിലെ അതിലെ പ്രതിഭകൾ നമുക്കറിയാം. സംസ്ഥാന സാഹിത്യോത്സവ് ഈ മാസം 30-ാം തീയതി നടക്കാൻ പോവുകയാണ്. ആ സാഹിത്യോത്സവിലേക്ക് നമ്മുടെ ജില്ലയിൽ നിന്ന്, നമ്മുടെ ഈ യൂണിറ്റിൽ നിന്ന് ഒരു വിദ്യാർത്ഥിയെ നമുക്ക് സ്റ്റേറ്റിലേക്ക് അയക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. യൂണിറ്റിൽ നിന്നും, സെക്ടറിൽ നിന്നും, ഡിവിഷനിൽ നിന്നും, ജില്ലയിൽ നിന്നും 1ാം സ്ഥാനം വാങ്ങി സംസ്ഥാന പരിപാടിയിലേക്ക് അർഹത നേടിയ സാബിത്ത് എന്നൻ, അദ്ദേഹത്തിന്റെ ആ വിദ്യാർത്ഥിക്കുള്ളൊരു ഉപഹാരവും അതുപോലെ സെക്ടർ ഡിവിഷൻ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരവും നൽകാനുണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയുടെ പ്രധാന ലക്ഷ്യം. ഈ പരിപാടിയിലൂടെ നമ്മുടെ മക്കളെ നല്ലൊരു ഭാവിയിലേക്ക് ഉയർത്തുക എന്ന ആ ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പരിപാടി ഇവിടെ നടക്കുന്നത്. ഇവിടെ ധാരാളം വ്യക്തിത്വങ്ങൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു. നമ്മുടെ വാർഡ് കൗൺസിലർ രവിയേട്ടൻ, അതുപോലെ നമ്മുടെ വാർഡ് കൗൺസിൽ തന്നെ നമ്മുടെ ഈ നാടിൻ്റെ 2 ഭാഗത്ത് നിൽക്കുന്ന കൗൺസിലർമാരാണ് ബാബുവേട്ടൻ, അതുപോലെ നമ്മുടെ നാടിൻ്റെ ഗുരു, നമ്മുടെയൊക്കെ ഗുരു, നമ്മുടെ നാട്ടിലെ ഏകദേശം ആളുകളുടെയും ഗുരുവാണ് മമ്മഞ്ഞി മാഷെ സംബന്ധിച്ചിടത്തോളം നമുക്കൊന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ നാടിൻ്റെ ഏറ്റവും വലിയ ഗുരുവാണ്. ഇവിടെ എല്ലാം അഭിനന്ദിക്കാനും അനുമോദിക്കാനും ഇവിടെ എന്ത് വളർന്നു വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ ഒരു ഭാഗം അത് മുഹമ്മദ് കുഞ്ഞി മാഷിൻ്റെ കരങ്ങളിൽ നിന്നുണ്ടായതാണ് എന്ന് നമുക്ക് അഭിമാനിക്കാം. ബഹുമാനപ്പെട്ട മുഹമ്മദ് കുഞ്ഞി മാഷ് നമ്മുടെ വേദിയിലുണ്ട്. അതുപോലെ നമ്മുടെ സംഘടനയുടെ സോൺ സാരഥി ബഹുമാനപ്പെട്ട EK റഹ്മാൻ സാഹിബുണ്ട്. അതുപോലെ നമ്മുടെ സോണിൻ്റെയും അതുപോലെ നീലേശ്വര സർക്കിളിൻ്റെ ഭാരവാഹിയായ സാരഥിയായ ഹാഫിദ് നിസാം ഉസ്താദ് അടക്കമുള്ള ധാരാളം ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ മഹത്തായ വേദി ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ നാടിൻ്റെ ഗുരുവെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന നമ്മുടെ ഒക്കെ ഗുരുനാഥന്മാരായ ബഹുമാനപ്പെട്ട PN മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ച് ഞാൻ നിർത്തുന്നു.